ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ ഡോഹിയും ജിയോങ്ങിനെ പ്രൊപ്പോസ് ചെയ്താണ്. അങ്ങനെ അതിനുശേഷം എന്തൊക്കെ സംഭവിക്കും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. ഇപ്പൊ ഇവള് എല്ലാവരുടെ ഫ്രണ്ട് വെച്ച് കല്യാണം കഴിക്കുമെന്ന് പ്രൊപ്പോസ് ചെയ്യുമ്പോഴാണ് അവനും പെട്ടെന്ന് പറ്റത്തില്ലെന്നങ്ങ് പറയും. ഇതോടെ അവളുടെ ഇരിക്കുന്നതെല്ലാം ഷോക്കാവും. അതിനുശേഷം ഡോഹി നാണം കിട്ടിട്ട് അവൾ ദേഷ്യത്തി അവിടെ നടന്നു പോകും. അപ്പോഴാണ് അവനും വീണ്ടും അവളുടെ പുറത്ത് തന്നെ ഇരുന്നത്. ഇത് കണ്ട് അവളും ദേഷ്യത്തി, എടാ നീനെ റിജക്ട് ചെയ്തില്ല, പിന്നെ നിന്നെ എന്നെ തന്നെ ഫോളോ ചെയ്യുന്നത് ഇതിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും, ഓ അത് വേറെ ഇത് വേറെ, ഞാനെന്താ ഇതിന്റെ ബോഡി ഗാർഡല്ലേ, പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇതിനെ അഫക്ട് ചെയ്യല്. ഇതിന് അവനും അവളുടെ കൂടെ തന്നെ പോകും. അതിനുശേഷം അവളും അവന്റെ കൂടെ തന്നെ അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇപ്പൊ ആ ചെയർറൂമന്റെ സ്ഥാനം പോയത് ഇവരെല്ലാരും മൊത്തത്തിൽ ദേഷ്യത്തിരിക്കും. എന്നിട്ട് ഇപ്പൊ ജിയോങ് അവളെ കൊണ്ട് വീട്ടിലാക്കുമ്പോഴാണ് അവൾക്ക് അവസാനമായിട്ട് മാഡം ജോ എഴുതുന്ന ലെറ്റർ അവൾ ആ കാറിൽ തന്നെ വെച്ചിട്ട് പോയി കാണും. അങ്ങനെ ഇത് കണ്ട് അവന് എടുത്തു കൊടുക്കാൻ വേണ്ടി പുറകെ ചെല്ലുമ്പോഴാണ് അവൾ അതേസമയം ദേഷ്യത്തി ആദ്യം തന്നെ ചെന്ന് വാതിലടയ്ക്കും. ഡോഹി നിനക്ക് എന്തോ പറ്റി, നീ എന്തിനാ അവനെ പ്രൊപ്പോസ് ചെയ്ത, ഇപ്പൊ മൊത്തത്തിൽ നാണം കിട്ടി, നീ മൊത്തത്തിൽ കൺട്രോൾ കിട്ടുന്ന തോന്നുന്നത്. എന്നിട്ട് അവൾ അകത്തിന് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവൻ ഇതൊക്കെ പുറത്തിരുന്ന് കേട്ടോണ്ട് ഇപ്പൊ അകത്തേക്ക് കയറണ കണ്ട് ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവൾ അവനോട് ദേഷ്യത്തി, എന്തായാലും ഞാൻ പ്രൊപ്പോസ് ചെയ്താ അവനെ റിജക്ട് ചെയ്യുക, പിന്നെ എന്തിനാ അവൻ എന്റെ പുറകെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തായാലും എന്റെ പവർ യൂസ് ചെയ്താലല്ലേ അവൻ ഡീമണാകത്തുള്ളൂ, അല്ലാതെ അവൻ സാധാരണ മനുഷ്യനല്ലേ, എങ്കിൽ പിന്നെ ഒരു തോക്ക് വെച്ച് അവന് വെടിവെച്ച് കൊന്നാലോ. എന്നിട്ട് അവളും ദേശീയ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഇത് കേട്ട് ഇവനും പേടിച്ചിട്ട് ഇനിയിപ്പോ പിന്നെ എല്ലാം കൊടുത്തോളം പറഞ്ഞിട്ട് അവൻ ആ ലെറ്റർ എടുത്തോണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം അവളും കണ്ടിന്യൂസ് ആയിട്ട് ജിയാങ്ങിനെ കുറിച്ച് പ്രായിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്താരാണ്ട് കോളിംഗ് ബെൽ അടിക്കുന്നത്. ഇതോടെ അവളെ ടെൻഷനായി. ഇനിയിപ്പം പുറത്തുനിന്നെല്ലാം കേട്ടെന്ന് പറഞ്ഞ് അവള് പതിയെ അടുത്തേക്കൊന്ന് ആരാൻ നോക്കും. അപ്പനാണ് അവിടെ വന്നേക്കുന്നത് സിയോക്ക്. അതിനുശേഷം അവളും അവനെ വിളിച്ച് അകത്തേക്ക് കയറ്റും. അപ്പനാണ് അവനെ ഇവളെ കണ്ടിട്ട്, ഡോഹി നിനക്കൊന്നും കുഴപ്പമില്ലല്ലോ, നീ അവിടെ വെച്ച് എല്ലാവരുടെ ഫ്രണ്ടിലും മറ്റേ പയ്യനെ പ്രൊപ്പോസ് ചെയ്തപ്പം ഞാൻ മൊത്തത്തിൽ ഷോക്കായി പോയി, അതാരാ, നീ മുമ്പ് ഡേറ്റ് എന്ന് പറഞ്ഞ പയ്യനില്ല അവനാണോ. എന്നിട്ട് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും, ആ അവൻ തന്നെയാ, ഞാൻ വിചാരിച്ച് അവന്റെ കൂടെ ജീവിക്കുന്നത് എനിക്ക് സേഫാണ്, കാരണം മാഡം ജോയിനെയും ആരോ കൊന്നതാ, അവര് തന്നെ എന്നെയും കൊല്ലാൻ നോക്കുന്നത്, ഞാൻ എങ്ങനെയെങ്കിലും മാഡം ജോയെ കൊന്ന ആൾക്കാരെ കണ്ടെത്തും. എന്നിട്ട് ഇവളും പറയുമ്പം അവന് ജിയോങ്ങിനെ ഓർത്ത് ചെറുതായിട്ട് ജലസാവും. അതേസമയം ജിയോങ് അവന്റെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് അസിസ്റ്റന്റ് അടുത്തേക്ക് ഓടി എന്നിട്ട്, ബോസ് എങ്ങനെ ഉണ്ടായിരുന്നു ഫ്യൂണറലൊക്കെ, അവിടെ നല്ല ആഹാരം കിട്ടിയ. എന്നിട്ട് ഇവനും ചോദിക്കുമ്പോഴാണ് അവനും പറയുന്നത്, ആഹാരം മാത്രമേ ഉള്ളായിരുന്നു, അത് ഫ്യൂണറൽ അല്ല, അതൊരു പാർട്ടി ആയിരുന്നു, അവിടെ എല്ലാവരും ആ മരണത്തിനെ സെലിബ്രേറ്റ് ചെയ്ത് ആഘോഷിച്ചോണ്ടിരുന്നു. പിന്നെ അവിടെ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു, ഡോഹി എന്നെ എല്ലാവരും ഫ്രണ്ട് വെച്ച് പ്രൊപ്പോസ് ചെയ്ത്. എന്നിട്ട് ഇവനും പറയുമ്പോഴാണ് ഇത് കിട്ടിയ അസിസ്റ്റന്റും, എന്തുവാ ഡോഹി നിന്നെ പ്രൊപ്പോസ് ചെയ്തെന്നോ, നിനക്കറിയത്തില്ലേ ഡീമൻ ഒരു മനുഷ്യയെ സ്നേഹിച്ചുകൂടാ. അങ്ങനെ ഞാൻ കുറെ സിനിമയ്ക്കകത്തും ഡ്രാമയ്ക്കകത്തും കണ്ടിട്ടുള്ള ഒരു നിങ്ങൾ മനുഷ്യരെ സ്നേഹിക്കുവാണെങ്കിൽ പിന്നെ നിങ്ങളുടെ പവർ എല്ലാം പോകും. ഏതിന് ഇവന് പേടിപ്പിക്കുമ്പോഴാണ് അവനും ദേശത്തി, ഒന്ന് പോടാ, എന്തായാലും ഞാൻ ആരെയും സ്നേഹിക്കാൻ പോകുന്നില്ല, ഞാൻ മനുഷ്യനല്ല, ഞാനൊരു ഡീമണാ, ഞാൻ അവളുടെ കൂടെ നിൽക്കുന്ന തന്നെ എന്റെ പവർ തിരിച്ചിട്ടാൻ വേണ്ടിയാ, എന്നാണോ ഫുൾ മൂൺ ഡേ വരാൻ പോകുന്നത് അതുവരെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ, നീ ആ ഫയൽസ് ഒക്കെ എന്തോ അവിടെ തന്നെ വെച്ചേക്കുന്നത്, പോയി നിന്റെ പണി നോക്ക്, ചുമ്മാ എന്നോട് ശല്യപ്പെടുത്താതെ. എന്നിട്ട് ഇവനും പറയുമ്പോഴാണ് അസിസ്റ്റന്റ് അവനെ നോക്കിയിട്ട്, ബോസ് ഇതെന്റെ ജോലിയൊന്നുമല്ല, ഞാനെപ്പോഴും എന്റെ ജോലി ചെയ്ത് തീർത്ത്, ഇത് ഫുള്ള് നിങ്ങൾ ചെയ്യണ്ടേ. എന്നിട്ട് അവനും പറഞ്ഞോടെ ഇത് കേട്ട് ജിയോങ് ഷോക്കായി, എന്തോ ഇത് ഫുള്ള് ഞാൻ നോക്കണ്ടേ, ഇത്രയും ഫയൽസ് പവറില്ല, ഞാൻ എങ്ങനെയാടാ സൈൻ ഇടുന്നത്. എന്നിട്ട് അവന് ഷോക്കായിരിക്കും. എന്നിട്ട് ഇപ്പൊ സിയോക്ക് ഇവിടെ അവൾക്ക് കൂട്ടിന് അവിടെ തന്നെ സ്റ്റേ എന്ന് പറയുമ്പോഴാണ് ഡോഹി അവനെ കണ്ടിട്ട്, സിയോക്ക് നീ സോഫയിൽ തന്നെ കിടന്നാ പിന്നെ എനിക്കത് ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്യും, കാരണം ഞാൻ അവിടെ സമാനത്തിൽ ബെഡിൽ കിടക്കാൻ പോവാ, നീ ഇവിടെ നിന്ന് പോയിക്കോ, എനിക്കൊന്നും കുഴപ്പമില്ല. എന്നിട്ട് ഇവള് പറയുമ്പോഴാണ് അവനും, ഡോഹി ഇപ്പൊ ആന്റിയൊന്നും നിന്റെ കൂടെ ഇല്ല, നീ ഒറ്റയ്ക്കാന്ന് എനിക്കറിയാം, ഈ സമയത്ത് ഞാൻ നിന്റെ കൂടെ നിന്നില്ലെങ്കിൽ എങ്ങനെ, നീ ഒന്നും ക്ഷമിക്കണ്ട, എനിക്ക് ഈ സോഫ തന്നെ ബെസ്റ്റാ. എന്നിട്ട് അവനും പറയുമ്പോഴാണ് അവളും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് എന്തായാലും പ്രശ്നം വരുവാണ് അവൻ അപ്പം തന്നെ വിളിക്കാന്ന് പറയും. അതിനുശേഷം അവന് കോംപ്രമൈസ് ആയിട്ട്, ഓക്കെ എങ്കിൽ പിന്നെ ഞാൻ ആദ്യം തന്നെ എന്നെ വിളിക്കണം, ഞാൻ അപ്പം തന്നെ ഇവിടേക്ക് എത്തും. എന്നിട്ട് അവളുടെ ഫോം വാങ്ങിച്ച് എമർജൻസി നമ്പറിനകത്ത് ഇവന്റെ നമ്പർ ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് അങ്ങ് പോകും. അതിനുശേഷം ഇവളും ഇപ്പൊ ഒറ്റയ്ക്കായതിനെ കുറിച്ച് ആലോചിച്ച് ഫീൽ ചെയ്തോണ്ടിരിക്കും, കാരണം ഇതിനു മുമ്പ് മാഡം ജോ എങ്കിലും അവളോട് സംസാരിക്കാനുണ്ടായിരുന്നു, ഇപ്പൊ അവരും ഇല്ല. അതിനുശേഷം അവളും അവളുടെ ബാഗിൽ ഇരുന്ന് മാഡം ജോ ഇവൾക്ക് വേണ്ടി എഴുതിയ ലെറ്റർ വായിക്കാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. ഇത് കണ്ട് അവൾ എടുത്ത് നോക്കുമ്പോൾ ന്യൂസിനകത്ത് ഫുള്ളും ജിയോങ് ഇവൾ റിജക്ട് ചെയ്തതിനെ കുറിച്ച് പാട്ടാക്കി വെച്ചേക്കും. അതോടെ ഇവൾക്ക് മൊത്തം നാണക്കേടായി പോകും. അതേസമയം ജിയോങ്ങും പവർ ഇല്ലാത്തതുകൊണ്ട് ആ എല്ലാ ഫയൽസ് അവന്റെ കൈയും കൊണ്ട് സൈൻ ഇട്ടോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് യങ്സും ഈ ന്യൂസ് കണ്ട് ദേഷ്യത്തിൽ അവിടേക്ക് വരും. എടാ ഇന്ന് ഡോഹി പ്രൊപ്പോസ് ചെയ്ത് നിന്നെ അല്ലാടാ, സത്യം പറ അവിടെ എന്തോ സംഭവിച്ചേ. എന്നിവളും ആ ന്യൂസ് എടുത്തോണ്ട് ഇവന്റെ ഫ്രണ്ട് വരും. അതോടെ അവനും പേടിച്ചിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേസമയം തന്നെ ഡോഹി അവനെ ഫോൺ വിളിച്ച് ഇപ്പൊ തന്നെ നേരിട്ടാണെന്ന് അറിയും. അതോടെ അവൻ ഇവിടുന്ന് രക്ഷപ്പെട്ട് ഡോഹിയെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവളും സൺഗ്ലാസ് ഒക്കെ ഇട്ട് ആരും കാണാൻ സീക്രട്ട് ആയിട്ട് നിൽക്കും. ഇത് കണ്ട് അവന് ഷോക്കായി, ഡോഹി ഇതെന്തൊരു വേഷം, ഈ രാത്രി സമയത്ത് എന്തിനാ സൺഗ്ലാസ് ഒക്കെ ഇട്ടോണ്ടെന്നേക്കുന്നത്. എന്നിട്ട് ഇവൻ കളിയാക്കുമ്പോഴാണ് അവളും, ഓ എല്ലാം നീ കാരണമാണ്, നീ ആ ന്യൂസ് ഒന്നും കണ്ടില്ലേ, രാവിലെ നടന്ന സംഭവം മൊത്തത്തിൽ ഫേമസ് ആയി, പക്ഷെ എന്ത് ചെയ്യാനാ, നാണക്കേട് ഫുൾ എനിക്കല്ലേ, കാരണം നീയല്ലേ എന്നെ റിജക്ട് ചെയ്ത്. എന്നിട്ട് ഇവള് പറയുമ്പോഴാണ് അവനും, ആ അതിനിപ്പോ എന്തുവാ, നിനക്ക് എന്നോട് സത്യത്തിൽ ഇഷ്ടമൊന്നുമില്ലല്ലേ, നീ അത് വെറുതെ പറഞ്ഞല്ലേ, പോരാതെ ലൈഫ് ലോങ് എനിക്ക് സിംഗിൾ ആയിട്ട് ജീവിക്കാനാ താല്പര്യം. എന്നിട്ട് അവൻ പറയുമ്പോഴാണ് അവളും, ഓ ഓക്കെ നീ ലൈഫ് ലോങ് സിംഗിൾ ആയിട്ട് തന്നെ ജീവിക്കോ, നല്ല കാര്യം തന്നെ. എന്നിട്ട് അവളും പറയുമ്പോഴാണ് അവനും പെട്ടെന്ന് അവളോട് ചോദിക്കുന്നത്, പിന്നെ ഡോഹി രാവിലെ ഞാനല്ലാതെ കുറെ ആൾക്കാരോട് ഉണ്ടായിരുന്നില്ല, പിന്നെ എന്തിനാ നീ എന്നോട് മാത്രം ഒന്ന് പ്രൊപ്പോസ് ചെയ്ത, ഒരു സത്യത്തിൽ നിനക്ക് എന്നോട് ഇഷ്ടമല്ലോ ഉണ്ടോ. എന്നിട്ട് ഇവനും ഗസ് ചെയ്തോടെ അവളും ചെറുതായി ടെൻഷനായി, അങ്ങനെയൊന്നുമില്ല, ഞാൻ നിന്നോട് പറഞ്ഞില്ല, എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ട് ഞാൻ ചുമ്മാ നിന്നെ പ്രൊപ്പോസ് ചെയ്ത, നീയൊന്നും സീരിയസ് ആയിട്ട് എടുക്കണ്ട. എന്നിട്ട് അവൾ പറയുമ്പോഴാണ് അവനും, ഓക്കെ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഇനിയും നമ്മൾ തമ്മിൽ വെറുതെ കൺഫ്യൂഷൻ വേണ്ട. എന്നിട്ട് അവൻ പറഞ്ഞു
പറഞ്ഞോടെ അവളും നിനക്കിപ്പോ ഹാപ്പി ആയില്ല, എങ്കിൽ പിന്നെ ഞാൻ അവസാനമായിട്ട് കണ്ട പയ്യനും നീ തന്നെ, ഇനി എനിക്ക് ആരെയും വേണ്ട എന്നിട്ട് അവള് പറഞ്ഞിട്ട് പോകുമ്പോഴാണ് അവനും പറയുന്നുണ്ട് ഡോഹി ഞാൻ വേണം നിന്നെ കൊണ്ടാക്കാം, ഞാൻ നിന്റെ ബോഡി ഗാർഡല്ലേ. എന്നിട്ട് അവൻ പറയുമ്പോഴാണ് അവളും എനിക്ക് ഇതിന്റെ സഹായം ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. എന്നിട്ട് അവള് ദേഷ്യത്തിൽ പോകുമ്പോഴാണ് അവനും അന്ന് ഇവൾ ഒറ്റയ്ക്ക് പോയപ്പം ആസിഡ് ഒഴിക്കാൻ വന്ന ആ കില്ലറിനെ ഓർമ്മിപ്പിക്കും. അതോടെ അവളും പേടിച്ചിട്ട് ഇവന്റെ കൂടെ തന്നെ വരാൻ പറയും. അതിനുശേഷം അവനും അവളെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഇവളിങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നുണ്ട് അവന് ചെറുതായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് ഇവര് ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ പുറയെടുത്തും വെറുതെ ആവശ്യമില്ലാതെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കും. അതേസമയം ഡോഹിക്ക് ഇത് ഡിസ്റ്റർബ് ആവെന്ന് പറഞ്ഞ് അവനും ഉറങ്ങി കിടക്കുന്ന അവളുടെ കൈ പിടിച്ച് ബാക്കി മറ്റവന്റെ കറി എയർ ബാഗ് ഓണാക്കി ഇടും. അതിനുശേഷം അവൻ അവളെ സമ്മാനിച്ച് വീട്ടിൽ കൊണ്ടാക്കുമ്പോഴാണ് അവളുടെ ഉറക്കം പോകാൻ വേണ്ടി പെട്ടെന്ന് സഡൻ ബ്രേക്ക് പിടിച്ചങ്ങ് നിർത്തും. അതോടെ അവൾ മതി പേടിച്ചു പോയി, എന്തോ പറ്റി, വല്ല ആക്സിഡന്റ് ആയോ? ഏതിന് ഇവള് പേടിക്കുമ്പോഴാണ് അവനും പ്രശ്നമൊന്നുമില്ല, നീ നല്ലോണം ഉറങ്ങിയിരുന്ന, അതുകൊണ്ട് നിന്റെ വീടൊന്നും നീ അറിഞ്ഞില്ല, എങ്കിൽ പിന്നെ ഇറങ്ങിക്കോ, നിന്റെ വീടെത്തി. ഏതിന് അവന് നൈസിന് മാഡം ജോ എഴുതിയ ലെറ്റർ ഇവളറിയത്തിന് ആ ബാഗിനകത്ത് അങ്ങ് ഇടും. അതിനുശേഷം അവനും അവളുടെ കൂടെ തന്നെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് എന്തെങ്കിലും ആവശ്യം വരുവാണ് അവൻ അപ്പം തന്നെ വിളിച്ചോളാൻ പറയും. എന്നിട്ട് അവനും ആ കില്ലറല്ലേ ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അവൻ തിരിച്ച് വീട്ടിലേക്ക് അങ്ങ് പോകും. അതിനുശേഷം ഡോഹി അകത്തേക്ക് കയറിയിട്ട് ആ എമർജൻസി നമ്പറിനകത്ത് ഇവന്റെ നമ്പറും കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് അവളും ബാഗിൽ നിന്ന് മാഡം ജോ എഴുതിയ ലെറ്റർ എടുത്ത് വായിക്കും. അപ്പോഴാണ് അവരും അവളെ കുറിച്ച് കുറെ ഫീൽ ചെയ്ത് ഇങ്ങനെ എഴുതിയേക്കുന്നത്, ഡോഹി ഞാൻ പോയതിനു ശേഷം നീ ഒറ്റയ്ക്കാന്ന് എനിക്കറിയാം, പക്ഷെ അന്ന് നിന്റെ പാരന്റ്സ് മരിച്ചപ്പം നീ കരയാതെ നിന്റെ വിഷമെല്ലാം അകത്ത് വെച്ചേക്കുന്ന പോലെ നീ ഇപ്പോഴും അങ്ങനെ ഇരിക്കല്ലേ, നീ നല്ലോണം കരയണം, എന്നാലും നിന്റെ സങ്കടം എല്ലാം കുറയത്തുള്ളൂ. അതേപോലെ എനിക്ക് വിശ്വാസമായിട്ടുള്ള ആകെ നീ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഈ ചെയർമാൻ പോസ്റ്റ് ഞാൻ നിനക്ക് തന്നെ അന്ന് ഞാൻ നിനക്ക് തരാൻ കാരണം നിനക്ക് കുറച്ചും കൂടെ കോൺഫിഡന്റ് വരാൻ വേണ്ടിയാ. ഞാൻ എപ്പോഴും നിന്നെ എന്തിനാ കല്യാണം കഴിക്കാൻ ഫോഴ്സ് ചെയ്യുന്നറിയോ? കാരണം ഞാൻ ഒരു ദിവസം പോയതിനു ശേഷം നീ ഇങ്ങനെ ഒറ്റയ്ക്കായിരിക്കാൻ വേണ്ടിയാ. ഒരു ദിവസം നിനക്ക് ഇഷ്ടപ്പെട്ട പയ്യനെ നിനക്ക് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും നീ സ്ട്രോങ് ആയിട്ടിരിക്കണം. എന്നിനെ മാഡം ജോ അവൾക്ക് എഴുതിയ ലെറ്റർ കണ്ട് അവൾ വിഷമിച്ച് കരഞ്ഞോണ്ടിരിക്കും. അതിനുശേഷം ഇവൾ അടുത്ത ദിവസം തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കേസ് കൊടുക്കാൻ നോക്കിയാലും മാഡം ജോയുടെ കുടുംബം അതിനെ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അവരും ഇവൾ കൊടുത്ത റിപ്പോർട്ടെല്ലാം വലിച്ചു കീറി കളയും. അതേപോലെ തന്നെ ജിയോങ് ഇപ്പോൾ ഉറങ്ങി കിടക്കുമ്പോഴാണ് അവനെ പെട്ടെന്ന് കുറെ കാലഘട്ടത്തിന് മുമ്പ് ആ മനുഷ്യനായിട്ട് ജീവിച്ച ആ മൊമെന്റ്സ് ഒക്കെ ഓർമ്മ വരുന്നത്. ഇതോടെ അവന് ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കുമ്പോഴാണ് അസിസ്റ്റന്റ് അടുത്തേക്ക് വന്നിട്ട് എന്തോ സംഭവം ചോദിക്കും. അപ്പോഴാണ് ജിയോങ്ങും അവൻ പണ്ട് മനുഷ്യനായിരുന്നപ്പോഴുള്ള സ്വപ്നമൊക്കെ ഇപ്പം വന്നെന്ന് പറയുമ്പോഴാണ് അവന് മൊത്തത്തിൽ ജിയോങ്ങിനെ പേടിപ്പിക്കാൻ തുടങ്ങും. അയ്യോ തീർന്ന് ബോസ്, നിങ്ങൾക്ക് ഇത്രയും കാലം ഇതൊന്നും ഓർമ്മയില്ലായിരുന്നു, അതിനർത്ഥം ഇപ്പം നിങ്ങളുടെ പവർ നഷ്ടപ്പെട്ടപ്പം നിങ്ങൾ വീണ്ടും മനുഷ്യനാവാൻ പോവാണോ? അതുകൊണ്ടാണോ നിങ്ങൾ മനുഷ്യനായിട്ട് ജീവിച്ച മെമ്മറീസ് ഒക്കെ വീണ്ടും തിരിച്ചു വരുന്നത്? എന്നിട്ട് ഇവനും പറഞ്ഞോടെ ജിയോ കണ്ണാടി എടുത്ത് അവന്റെ ഫേസ് നോക്കിയിട്ട് എടാ നീ പറയുന്ന സത്യമാണോ, എന്റെ ഫേസ് ഒക്കെ ചുളുങ്ങി തുടങ്ങി. ഏതിന് അവൻ അപ്പം തന്നെ അവന്റെ പവർ യൂസ് ചെയ്യാൻ വേണ്ടി ഡോഹിയെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവളും ഇവൻ കൈ ഇങ്ങനെ പിടിക്കുന്നുണ്ടിട്ട് ജിയോങ് നീ ഇപ്പൊ നിന്റെ കൈ പിടിക്കുന്നത്, നിനക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ല. ഏതിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും എനിക്ക് ഇഷ്ടമൊന്നുമല്ല, പക്ഷെ എനിക്ക് വേറെ വഴിയില്ല, ഞാൻ മാത്രം എന്റെ പവർ യൂസ് ചെയ്തില്ലെങ്കിൽ മിക്കവാറും ഞാൻ മനുഷ്യനായി പോകുന്ന തോന്നുന്നു, എനിക്ക് അതാ ഇപ്പൊ പേടി. എന്നിട്ട് അവൻ പറയുമ്പോഴാണ് അവളും അപ്പൊ നീ എന്നെ പോലെ മനുഷ്യനാൻ പേടിച്ചാ നീ ഇപ്പൊ എന്റെ കൈ പിടിച്ച് പവർ യൂസ് ചെയ്യുന്നല്ലേ? ഏതിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും അതിലെന്ത് ഇപ്പൊ തെറ്റ്, ഞാൻ എന്റെ പവറിൽ യൂസ് ചെയ്യുന്നത്, നിന്റെ കൈയും തന്നെ എനിക്ക് വീണ്ടും എന്റെ പവർ യൂസ് ചെയ്യണം. ഏതിന് അവൻ പറയുമ്പോഴാണ് അവളും ജിയോങ് അതൊന്നും പറ്റത്തില്ല, ഞാനും നിനക്ക് പവർ തരുന്ന മെഷീൻ അല്ല, നീ വിചാരിക്കുമ്പോഴേക്ക് എന്റെ കൈ തരാൻ. എന്നിന് ഇവള് പറയുമ്പോഴാണ് അവനും ഡോഹി നീ മാത്രം എന്നെ ഒരു പോക്കിമാനായിട്ട് യൂസ് ചെയ്യാവോ, നിനക്ക് ബോഡി ഗാർഡ് ആയിട്ട്? ഒരേശം ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ കറങ്ങുന്നുണ്ട്, നീ എന്നെ കുറച്ച് വിചാരിക്കണോ? എങ്കിൽ പിന്നെ ഞാൻ പോവാ ഈ ജോലിന്ന്. ഇതിന് ഇവൻ പറയുമ്പോഴാണ് അവളും പോയിക്കോ, അതിനുശേഷം ആരെങ്കിലും വന്ന് എന്നെ കൊല്ലും, അതിനുശേഷം നിന്റെ പവർ എല്ലാം നിനക്ക് നഷ്ടപ്പെടും. ഏതിന് അവൾ ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോഴാണ് അവനെന്ത് പേടിപ്പിക്കണമെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഓക്കെ എങ്കിൽ പിന്നെ നമുക്കൊരു ഡീലിനെത്താം, എപ്പോഴും ഇങ്ങനെ പബ്ലിക് പ്ലേസിൽ കൈ പിടിച്ചോണ്ട് നടന്നാൽ പിന്നെ എല്ലാവരും നമ്മളെ തെറ്റിയിരിക്കും, അവിടെ നിനക്ക് പവർ യൂസ് ചെയ്യാനുള്ള സമയം ഞാൻ തന്നെ പറയാം. എന്നിന് അവളും പറഞ്ഞിട്ട് കമ്പനിയിലേക്ക് പോകുമ്പോഴാണ് ഇവന് ആ സമയം എപ്പോഴാണ് വരുന്നതെന്ന് പറഞ്ഞ് അവളുടെ പുറകെ തന്നെ പോകും. അപ്പോഴാണ് ഇവരുടെ സംസാരിച്ചിട്ട് വന്നേക്ക് അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മീറ്റ് ചെയ്ത ആ ലേഡിയും കണ്ടോണ്ടിരിക്കും. എല്ലാം കറക്റ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിന് ആ ലേഡി ഇവരെ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കും. അതിനുശേഷം ഇവരുടെ കമ്പനിയിലേക്ക് പോകുമ്പോഴാണ് ഡോഹിയും മാഡം ജോയ ആരെ കൊന്നതെന്ന് അറിയാൻ വേണ്ടി അവർ അവസാനമായിട്ട് ആരൊക്കെ മീറ്റ് ചെയ്തെന്ന് പറഞ്ഞ് അവൾ CCTV ഫുട്ടേജിനകത്ത് ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ജിയോങ്ങും വന്ന് അവൾ എന്തോ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. അതോടെ അവളും അവളുടെ കൂടെ ഇരുന്ന് ഈ CCTV ഫുട്ടേജ് എല്ലാം ഓരോന്നായിട്ട് നോക്കാൻ പറയുമ്പോഴാണ് അവനും പേടിച്ചിട്ട് അയ്യോ ഈ പണിക്ക് ഞാൻ ഇല്ല, എന്നിട്ട് അവൻ അവിടുന്ന് രക്ഷപ്പെട്ട് പോകാൻ നോക്കും. അപ്പോഴാണ് അവൾ അവനെ ഫോഴ്സ് ചെയ്ത് അവിടേക്ക് ഇരുത്തുന്നത്. കാരണം ഇപ്പൊ അവളുടെ അവന്റെ സൂപ്പർ പവർ ഉള്ളതുകൊണ്ട് അവൾക്ക് ഈസി ആയിട്ട് അവനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റും. അപ്പോഴാണ് അവനും ഓരോ CCTV ഫുട്ടേജ് ഇങ്ങനെ നോക്കിയിട്ട് ഡോഹി എത്ര വീഡിയോ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കാൻ, ഇതിനേക്കാളും ഭേദം ആ വില്ലനെ ഡയറക്റ്റ് ആയിട്ട് കണ്ടെത്തുന്നത്. എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും എന്തോ വില്ലനെ കണ്ടെത്താൻ പറ്റുമെന്നോ, നിന്നെ കൊണ്ടത് പറ്റുമോ? എന്നിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും മോളെ നിന്നെ കുറിച്ച് എന്തോ വിചാരിച്ചേ, ഞാനൊരു ഡീമാണ്, ഞാൻ വിചാരിച്ച എന്റെ സൂപ്പർ പവറും കൊണ്ട് നിന്റെ മാഡം ജോയെ കൊന്നേരാന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കും. എന്നിന് അവനും പറഞ്ഞോടെ ഇത് കേട്ട് അവളും ദേഷ്യത്തി എടാ നിനക്ക് ഈ പവർ ഉണ്ടായിട്ടാണോ നീ ഇത്ര സമയം എന്നോട് പറയായിരുന്നത്, വെറുതെ CCTV ഫുട്ടേജ് ഒക്കെ നോക്കി ടൈം വേസ്റ്റ് ചെയ്ത്, എങ്കിൽ പിന്നെ നീ പെട്ടെന്ന് തന്നെ മാഡം ജോയെ കൊന്ന ആരെന്ന് കണ്ടെത്ത്. എന്നിന് അവള് ചോദിക്കുമ്പോഴാണ് അവൻ അവന്റെ ഡീൽ ഇറക്കാൻ തുടങ്ങും.
ഓക്കെ, ഞാൻ ആ കില്ലർ ആരാന്ന് കണ്ടെത്തണമെങ്കിൽ ഇനി തൊട്ട് ഞാൻ എപ്പോൾ ആഗ്രഹിച്ചാലും ഞാൻ നിന്റെ കൈ തൊടാൻ നീ അനുവദിക്കണം. എനിക്ക് എല്ലാ സമയത്തും നിന്റെ സൂപ്പർ പവർ യൂസ് ചെയ്യാൻ പറ്റണം, അത് പബ്ലിക് പ്ലേസിലായാലും. എന്നിട്ട് ഇവനൊരു ഡീൽ വയ്ക്കുമ്പോഴാണ് അവളത് കേട്ടിട്ട് ഓക്കെ നമുക്ക് നോക്കാം, നീ ആദ്യം കണ്ടുപിടിക്കും, എന്നാലേ എനിക്ക് നിന്നോട് വിശ്വാസം വരത്തുള്ളൂ. എന്നിട്ട് അവൾ പറയുമ്പോഴാണ് അവനും നിനക്ക് എന്നെ വിശ്വാസമില്ല, ഇപ്പൊ കാണിച്ചത് എന്റെ പവർ. എന്നിട്ട് അവൻ അവളുടെ കൈ പിടിച്ച് മാഡം ജോയ ആരെ കൊന്നെന്ന് കണ്ടുപിടിക്കാൻ നോക്കുമ്പോഴാണ് അവന്റെ പവറിനെ അതൊന്നും ഫീൽ ചെയ്യത്തില്ല. അതോടെ അവനും കൺഫ്യൂസ് ആയി, ഇതെന്ത് പറ്റി, എനിക്ക് പവർ നഷ്ടപ്പെട്ടോ? എന്നിട്ട് അവനും അങ്ങ് ദൂരെ ഇരിക്കുന്ന പേന ഇവന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ നോക്കുമ്പോഴാണ് അത് മാത്രം പെട്ടെന്ന് ഇവന്റെ കൈന്റെ അടുത്തേക്ക് വരും. അപ്പോഴാണ് അവന് വീണ്ടും കൺഫ്യൂസ് ആണത്, എന്റെ പവറൊക്കെ വർക്ക് ചെയ്യുന്നു, പക്ഷെ ഈ കില്ലർ ആരാന്ന് എന്നെ കൊണ്ട് എന്താ കണ്ടെത്താൻ സാധിക്കാത്ത? ഒരു പക്ഷേ അതിന്റെ പവർ എനിക്ക് നഷ്ടപ്പെട്ടോ? ഏതിന് അവനും ഡോഹിയുടെ കമ്പനി ജോലി ചെയ്യുന്ന വേറൊരുത്തന്നെ വിചാരിച്ച് അവനുള്ള സ്ഥലത്തിലേക്ക് പോകാൻ വേണ്ടി ഇവന്റെ പവർ യൂസ് ചെയ്യും. അതോടെ ഇവ രണ്ടുപേരും കൂടെ അവനിപ്പോ എവിടാണുള്ള അവിടുത്തെ റൂമിലേക്ക് പോകും. അങ്ങനെ ഈ ഒരു സീനോടെ നമ്മളോട് ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. ഇതിനുശേഷം എന്തൊക്കെ സംഭവിക്കും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.